ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് സൺഡേ ഷാലോമിന് വേണ്ടി മൊസൂളിൽ, മിഡിൽ ഈസ്റ്റ് രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം നടന്ന മൊസൂളിലെ ഒരു സിസ്റ്ററിനെ ഞാൻ ഇന്റർവ്യൂ നടത്തി. ആ സിസ്റ്റർ സൊമാലിയയിലുള്ള ഒരു സിസ്റ്റർ ആയിരുന്നു. 4 സിസ്റ്റേഴ്സ് താമസിക്കുന്ന ഒരു കോൺവെന്റ്. ആ കോൺവെന്റിൽ ഒരു സിസ്റ്റർ കിടപ്പ് രോഗിയാണ്. ബാക്കി 3 സിസ്റ്റേഴ്സ് മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ മത തീവ്രവാദികളായ വ്യക്തികൾ തോക്കുമായി അവരുടെ അടുത്തേക്ക് വന്നു. ഒരു കൊച്ചു ക്ലിനിക് അവിടെ നടത്തുന്നുണ്ട്. ആ ക്ലിനിക്കിൽ നിന്ന് കിട്ടുന്ന വേതനം ഉപയോഗിച്ച് അവർ ജീവിക്കുന്നു. അതുപയോഗിച്ച് ധാരാളം പേർക്ക് സഹായവും ഇവർ കൊടുക്കുന്നു. പബ്ലിക്കായി അവർ സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. യാതൊരു വിധത്തിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന വിധത്തിലും അവരോട് ചെയ്തിട്ടില്ല. കാരണം തോക്കിന്റെ മുനയുടെ കീഴിലാണ് അവരെന്ന് അവർക്കറിയാമായിരുന്നു. സഹോദരങ്ങളെങ്കിലും ശുശ്രൂഷകൾ അവർ അവസാനിപ്പിച്ചില്ല. അവർ ചെയ്യാവുന്ന വിധത്തിലെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം സായാഹ്നത്തിൽ നോക്കുമ്പോ ഇതാ തീവ്രവാദികളായ വ്യക്തികൾ തോക്ക് ധരിച്ചുകൊണ്ട് അവരായിരിക്കുന്ന ഹൗസിന്റെ ചുറ്റുവട്ടവും വളഞ്ഞിരിക്കുന്നു. വാതിൽ തുറന്നു. അവർക്ക് മനസ്സിലായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇതാ തീവ്രവാദികളായ വ്യക്തികൾ ചോദിച്ചു, ഇനിയും നിങ്ങൾ യേശുവിന് വേണ്ടി നിലകൊള്ളുകയാണോ? അവർ പറഞ്ഞു, തീർച്ചയായും യേശുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. മരിക്കുകയാണെങ്കിൽ കൂടിയും ഞങ്ങൾ അവന് വേണ്ടിയേ മരിക്കൂ. യേശുവിന് വേണ്ടിയാണ് ജീവിതം വലിച്ചെറിഞ്ഞതെങ്കിൽ യേശുവിന് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്നവർ പറഞ്ഞു. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സഹോദരങ്ങളെ, തീവ്രവാദികൾ ചീറ്റുന്ന ചോരയ്ക്ക് മുമ്പിൽ ഊറ്റം കൊള്ളുന്ന മതതീവ്രവാദികളായ വ്യക്തികൾ അവർ പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് സകലം നഷ്ടപ്പെടും. 4 മതതീവ്രവാദികൾ വന്നിട്ടുണ്ടായിരുന്നു. കിടപ്പ് രോഗിയായ ആ സിസ്റ്ററെ മാത്രം വെറുതെ വിട്ട് ബാക്കി വന്ന 3 സിസ്റ്റേഴ്സിനെയും മാറി മാറി പല പ്രാവശ്യം അവർ ദുരുപയോഗിച്ചു. ബ്രഹ്മചര്യം വ്രതമായി എടുത്തവരുടെ വ്രതശുദ്ധി എല്ലാ കാലത്തേക്കുമായി തകർക്കപ്പെട്ടു. അമ്മയെ എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ അവർക്ക് വേണ്ടി ഒരു അമ്മയും കടന്നു വരില്ല എന്ന് ഉറപ്പു വന്നൊരു സന്ധിയായിരുന്നു അത്. ദൈവമേ എന്ന് പറഞ്ഞ് അവർ നിലവിളിച്ചു. ഒരു ദൈവവും അവരെ സമീപിക്കുന്നതായി അവർക്ക് തോന്നിയില്ല. എല്ലാ വിധത്തിലും തകർക്കപ്പെട്ടിട്ടും അവർ അവരുടെ ഹൃദയത്തിലെ വിശ്വാസത്തെ തകർത്ത് കളയാതെ സൂക്ഷിച്ചു. സഹോദരങ്ങളെ, അവസാനം വസ്ത്രം ഉരിഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുകയാണ്. ആ നേരത്ത് കിടപ്പ് രോഗിയായ സിസ്റ്റർ, ഇച്ചിരി പ്രായം കൂടിയ സിസ്റ്ററാണ്. സിസ്റ്റർ പറഞ്ഞു, എൻ്റെ പാവപ്പെട്ട മക്കളെ, ഈ പിള്ളേരെ ഒന്നും ചെയ്യരുത്. കാരണം ആ സിസ്റ്റർ നോവിസ് മാസ്റ്റർ ആയിരുന്നു. അവർ ശുശ്രൂഷിച്ചിരിക്കുന്ന സിസ്റ്റർ പോലെ, അവരുടെ ട്രെയിനിങ് സ്വീകരിച്ച സിസ്റ്റർ പോലെ ആ കൂട്ടത്തിലുണ്ട്. എൻ്റെ മക്കളെ ഒന്ന് വെറുതെ വിടണം. നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞങ്ങൾ വന്നത്. നിങ്ങൾക്ക് യാതൊരു വിഷമവും ഉണ്ടാക്കുന്നില്ലല്ലോ. സഹോദരങ്ങളെ, മതതീവ്രവാദികൾ വീണ്ടും അവരോട് ചോദിച്ചു, ഇനിയും നിങ്ങൾ വിശ്വസിക്കുകയാണോ? കാരണം ഇതിനിടയിൽ ഒരു സിസ്റ്ററുടെ കഴുത്തിൽ ഒരു കുരിശുമാല കിടക്കുന്നുണ്ടായിരുന്നു. ഇനിയും നിങ്ങൾ വിശ്വസിക്കുകയാണോ? ആ സിസ്റ്റർ ഈ കുരിശ് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവിടെ നിന്നിരുന്നത്. ആ കുരിശ് വലിച്ചു പറിച്ചു. ആ കുരിശ് നിലത്തിട്ട് ചവിട്ടാനായിട്ട് തുടങ്ങി. അവർ അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല. അവർ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി വലിയൊരു സമ്മാനം ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. എന്താണ് സമ്മാനം എന്ന് അറിയാവോ? അങ്ങ് അകലെ 2 മൈൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ 3 കുരിശുകൾ ഒരു മലയിൽ നാട്ടിയിട്ടുണ്ട്. ആ 3 കുരിശിൽ കൊണ്ടുപോയി ഈ സിസ്റ്റേഴ്സിനെ കുരിശിൽ തറയ്ക്കണമെന്നുള്ളതാണ് ഇവരുടെ വിധി. അങ്ങനെ നഗ്നരായി ഇവരെ 3 പേരെയും വഴിയിലൂടെ കൊണ്ടുപോവുകയാണ്. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവർക്കും ഭയമാണ്. ലോകത്തിൽ ഒരു ഭയത്തിന്റെ ഒരു മതമുണ്ട്. ലോകത്തെ തീവ്രവാദം കൊണ്ട് ലോകത്തെ തകർക്കാൻ വന്നൊരു സമൂഹമുണ്ട്. അത്തരം സമൂഹങ്ങൾ ഉച്ചാടനം ചെയ്യപ്പെടാൻ വേണ്ടി വിശ്വാസി സമൂഹം കർത്താവിന്റെ മുമ്പിൽ നിലവിളിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സഹോദരങ്ങളെ, തോക്കുധാരികളായി ഇവർ മുന്നോട്ട് പോകുന്ന നേരത്ത് പാവപ്പെട്ട അനുഗ്രഹീതരായ ഏതാനും പർദ്ദ ധരിച്ച മുസ്ലിം സ്ത്രീകൾ ആ വഴിയിലൂടെ വരുന്നു. അവർ ചോദിച്ചു, നിങ്ങൾ ഇവരെ എവിടെ കൊണ്ടുപോകുന്നു? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഇവരെ അങ്ങ് കുരിശിൽ തറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഇവർക്ക് വേണ്ടി യേശു മരിച്ചെന്നാണ് പറയുന്നത്. ഇവരുടെ യേശു ഉത്ഥാനം ചെയ്തു എന്നാണ് പറയുന്നത്. ഇവരുടെ യേശു ഇവരെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. അതേ കുരിശിൽ കൊണ്ടുപോയി ഇവരെ ഞങ്ങൾക്ക് തറച്ചു കൊല്ലണം. സഹോദരങ്ങളെ, ഈ തീരുമാനം എടുത്തു എന്ന് പങ്കുവെച്ചു കഴിഞ്ഞപ്പോ പർദ്ദ ധരിച്ച ആ സ്ത്രീകൾ പറഞ്ഞു, ഒരടി മുന്നോട്ട് വെക്കാൻ നിങ്ങൾ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം ഞങ്ങളുടെ പേര് നോക്കാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടാകുമോ നോക്കാനും നിങ്ങൾ ആരും വന്നിട്ടില്ല. അത് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഒരടി മുന്നോട്ട് വെക്കാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അപ്പൊ അവർ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, നിങ്ങളെ കൊന്നിട്ടായിരുന്നാലും ഞങ്ങൾ ഇവരെ കൊന്നുകളയും. ആ സമയത്താണ് വാങ്ക് മുഴങ്ങുന്നത്. തീവ്രവാദിയാണെങ്കിലും വാങ്ക് മുഴങ്ങിയാൽ നിസ്കരിച്ച് മതിയാകൂ. തോക്ക് താഴെ വെച്ച്, മറ്റായുധങ്ങൾ താഴെ വെച്ച് അവർ നിസ്കരിക്കുന്ന സമയത്ത് ഈ പാവപ്പെട്ട പർദ്ദ ധരിച്ച സ്ത്രീകൾ അവരെ കൊണ്ടുപോയി സ്വന്തം മുറികളിലേക്ക്, വീടുകളിലേക്ക് കൊണ്ടുപോയി
വസ്ത്രങ്ങൾ കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ശരീരത്തിലുണ്ടായ മുറിവുകൾ അവരെല്ലാം വെച്ച് കെട്ടി ക്ഷമ പറഞ്ഞു. അവർ സ്വന്തം സ്ഥലത്തേക്ക് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വിട്ടു. അതിൽ സൊമാലിയയിൽ നിന്നൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററെയാണ് സൺഡേ ഷാലോമിന് വേണ്ടി ഇന്റർവ്യൂ നടത്തിയത്. ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു ടെലിഫോണിലൂടെ, സിസ്റ്ററെ, ഇനി ഒരവസരം കിട്ടിയാൽ വീണ്ടും അങ്ങോട്ടാണോ പോകുന്നത്? സിസ്റ്റർ പറഞ്ഞു, 3 മാസം കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾ അവിടേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അവിടെ ഒരുപാട് ശുശ്രൂഷ ആവശ്യമുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ട്, ക്രിസ്ത്യാനി സഹോദരങ്ങളുണ്ട്. നമ്മൾ അവരെ പോയി ശുശ്രൂഷിച്ചില്ലെങ്കിൽ ആര് ശുശ്രൂഷിക്കും? ഞാൻ ചോദിച്ചു, സിസ്റ്ററെ, ഇത്രയധികം പീഡനങ്ങൾ ഉണ്ടായിട്ട്, ഇത്രയധികം വിഷമങ്ങൾ ഉണ്ടായിട്ട് ഇനിയും അതേ സ്ഥലത്ത് തന്നെ പോയി ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണോ? നിങ്ങൾക്ക് എന്ത് പ്രൊട്ടക്ഷൻ ആണുള്ളത്? ആര് നിങ്ങളെ കാക്കും? ആര് നിങ്ങളെ സംരക്ഷിക്കുക? ആ സിസ്റ്റർ പറഞ്ഞ മറുപടിയാണ്, അച്ഛാ, നിങ്ങൾക്കറിയാവോ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇതാ വലിയ ഒരു 2 ഗോത്രവർഗക്കാർ തമ്മിൽ യുദ്ധമുണ്ടായപ്പോ ഒരുപാട് പേര് മരിച്ചു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും മരിച്ചു. ശേഷിച്ച 2 പെൺതരികളുണ്ടായി. അതിലൊരു പെൺതരിയാണ് ഞാൻ ഇന്ന് സിസ്റ്ററായിട്ട് മാറിയിരിക്കുന്നത്. വേറൊരു പെൺതരി, എൻ്റെ സഹോദരി, അവൾ ഇന്ന കോൺവെന്റിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ആർക്കു വേണ്ടി ജീവിക്കണം? ശേഷിക്കുന്ന ജീവിതം യേശുവിന് വേണ്ടിയും അവന്റെ സഭയ്ക്ക് വേണ്ടിയുമല്ലാതെ മറ്റാർക്കു വേണ്ടി ജീവിക്കണം.